വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരീസ് ഓഫ് പഠനം ജീവിത പാഠങ്ങൾ എന്നായിരുന്നു. ബൈബിളിൽ കാണുന്ന പല വ്യക്തികളുടെയും ജീവിതം നമ്മൾ പരിശോധിച്ച് ആ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബൈബിളിൽ കാണുന്ന ശക്തന്മാരായ 2 പ്രവാചകന്മാരായ ഏലിയാവ്, ഏലീശയുടെ കാര്യങ്ങൾ പറഞ്ഞു. ആ വചനങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സമയമെടുത്ത് അതെല്ലാം ഷോർട്ട് വീഡിയോസാണ്, നിങ്ങൾ കാണാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ കാണുക. നിങ്ങൾക്കതൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ജീവിത പാഠങ്ങൾ എന്ന ഈ സീരീസിൽ ലൂസിഫറിനെ ആരായിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം, യെശയ്യാവ് 14-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വചനങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ വേഗത്തിൽ അത് വായിക്കുകയാണ്. നിങ്ങൾ സമയമെടുത്ത് ഇതെല്ലാം പിന്നീട് ധ്യാനിക്കുക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, ചീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നമുക്കറിയാം, ഈ ലൂസിഫറിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു വരുന്നത്. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ച എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും രത്നങ്ങൾ, പൊന്ന്, ഇതെല്ലാം ഉപയോഗിച്ചായിരുന്നു ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചത്. ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കിരൂപായിരുന്നു. ഞാൻ സൂമിലെല്ലാം എടുത്തു കഴിഞ്ഞു. ഏഞ്ചൽസിനെ കുറിച്ചൊരു ക്ലാസ്, വലിയൊരു നീണ്ടൊരു ക്ലാസ്സാണ് അത്. ഈ വരുന്ന എപ്പിസോഡുകളിൽ യൂട്യൂബിലൂടെയും കടന്നു വരുന്ന നിങ്ങൾ അതും കാണാൻ, ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നീ വിടർത്തി നിൽക്കുന്ന കെരൂബ കാണുന്നു. കെരൂബ ദൈവത്തിൻ്റെ ഏഞ്ചൽസിൽ ഒരു ക്ലാസ് ഓഫ് ഏഞ്ചൽസ് ആണ്. കെരൂബിന് പ്രത്യേകതകളുണ്ട്, അതെല്ലാം പറയാൻ പിന്നീട് നാം സമയമെടുക്കാം. ഞാൻ നിന്നെ വിശുദ്ധ ദേവം പർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ അവനിലൊരു നീതികേട് കാണുന്നത് വരെ അവൻ നിഷ്കളങ്കനായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കാണാം. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശ്വതൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബെ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യത്തിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നീ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നു അവൻ ചെയ്ത തെറ്റ്. ഇവന്റെ സൗന്ദര്യ നിമിത്തം, ഇവന്റെ ജ്ഞാന നിമിത്തം ഇവന്റെ ഹൃദയം ഗർവിച്ചു, അല്ലെങ്കിൽ പ്രൈഡ്. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഇതിനോട് സംബന്ധമായി തന്നെ നമുക്ക് കൂട്ടി വായിക്കാം. യെശയ്യാവ് 14-ാം അധ്യായം, ഐസയ 14 അതിൻ്റെ 12 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാം. അരുണോദയ പുത്രനായ ശുക്ര, അത് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങോട്ട് വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. അപ്പോൾ അവൻ ഹൃദയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തിൽ അവൻ പറഞ്ഞുള്ളൂ, ചിന്തിച്ചേ ഉള്ളൂ, ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും, ദൈവത്തോട് സമനാകും. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും വാട്ട്സ് ദ ഡേഞ്ചർ ഓഫ് പ്രൈഡ്. ലൂസിഫറിനെ കുറിച്ച് പറയുന്നു, ഇവൻ ഏഞ്ചൽസ് കെരൂബായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു ആർക്കേഞ്ചൽ എന്ന് തന്നെയാണ് പലരും ലൂസിഫറിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ, അത്രത്തോളം ദൈവത്തോട് അടുത്ത് നിന്നു. മേ ബി ബില്യൺസ് ഓഫ് ഇയേഴ്സ് ദൈവത്തെ സെർവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ദ ഡൗൺഫാൾ ഓഫ് ലൂസിഫർ ഈസ് ടൈഡ് ടു ഹിസ് അറഗൻസ്. അവൻ്റെ ഒരു പ്രൈഡ്ഫുൾ ആയിട്ടുള്ള, അവൻ നിഷ്കളങ്കനായിരുന്നു, പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് ആ പ്രൈഡ് കയറിയപ്പോൾ it led to his downfall. തന്നെ സൃഷ്ടിച്ച ദൈവത്തോട് സമനാകരാക്കി. നമ്മളൊന്ന് ചിന്തിച്ചേ, ഒരിക്കലും റോബോട്ട് ഉണ്ടാക്കി, നിങ്ങളൊരു റോബോട്ട് ഉണ്ടാക്കി. ആ റോബോട്ട് നിങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ചത്. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അത് നിങ്ങൾക്കെതിരെ തിരിയുകയും നിങ്ങൾക്ക് തുല്യനാവാൻ ശ്രമിക്കുകയും ചെയ്താൽ
എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഹി മിസ്യൂസ്ഡ് ഹിസ് ഗിഫ്റ്റ്സ്. ഞാൻ ഇതെല്ലാം വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഹി മിസ്യൂസ്ഡ് ഹിസ് ഗിഫ്റ്റ്സ്. അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു, ഭയങ്കര സൗന്ദര്യമായിരുന്നു. അല്ലല്ലോ, അവനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്നല്ല നമ്മൾ വായിച്ചു. അല്ലല്ലോ, പക്ഷേ അവൻ അവസാനം അതെല്ലാം ആ ജ്ഞാനത്തെ വഷളാക്കിയെന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയുന്നത്. നമുക്ക് ദൈവം എന്തെല്ലാം തന്നു. ചിലവർക്ക് ജ്ഞാനം കൂടുതലായിരിക്കാം, ചിലവർക്ക് സൗന്ദര്യം കൂടുതലായിരിക്കാം, ചിലവർക്ക് ചില പാട്ട് പാടാനുള്ള കഴിവ് കൂടുതലായിരിക്കാം, പ്രസംഗിക്കാൻ കഴിവ് കൂടുതലായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മൾ മിസ്യൂസ് ചെയ്യരുത്, അത് നമ്മൾ വഷളാക്കരുത്. എപ്പോൾ അഹങ്കാരം കയറുന്നോ അപ്പോൾ നമ്മുടെ ഡൗൺഫാൾ തുടങ്ങുകയാണെന്ന് നമ്മൾ ചിന്തിച്ചോളണം. പ്രോവർബ്സ് 15:25 ഇങ്ങനെയാ പറയുന്നത്, അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും. അത് പിശാച് പൊളിക്കുന്നല്ല, യഹോവ പൊളിച്ചു കളയും. വിധവയുടെ അതിരോധം അവൻ ഉറപ്പിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമാണ്. നമ്പർ 1 പാപം അവനിൽ കണ്ടത്, അവൻ ഭയങ്കര പ്രൈഡ്ഫുള്ളായി തീർന്നു. അവൻ്റെ ഗിഫ്റ്റുകളെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഗിഫ്റ്റുകൾ നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. പിന്നെ പിശാചിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ഹീ സോ ഡിസെപ്റ്റീവ്. എപ്പോഴും വഞ്ചനയുടെ ആത്മാവാണ് അവൻ. ഹീസ് എ സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ. അവന് ഡൗൺഫാളിന് ശേഷം ഹീ ഈസ് ഓൾവേസ് ട്രൈങ് ടു ഡിസെപ്റ്റ്. പ്രത്യേകിച്ച് അതിന് ശേഷമാണ് മനുഷ്യരാശി, എത്ര വർഷം കഴിഞ്ഞാണ്, എത്ര ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാണ് മനുഷ്യനെ ദൈവം ഇന്ന് കാണുന്ന ആദാമിനെ, നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ തുടക്കക്കാരനായ ആദാമിനെ സൃഷ്ടിച്ചെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ആദാമിനെ സൃഷ്ടിച്ചത് മുതൽ അവൻ്റെ ഏറ്റവും വലിയ വൈരാഗ്യം, കാരണം അവനിരുന്ന പൊസിഷനിന് മുകളിലാണ് ദൈവം നമ്മളെ മനുഷ്യരെ ദൈവമാക്കിയത്, ആദാമിനെ ദൈവമാക്കിയത്. ആദാമിലൂടെ അവൻ ഡിസെപ്റ്റ് ചെയ്തു. ജനസിസ് 3 വായിക്കാൻ നമുക്ക് കാണാം, ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയത്. ആ കൗശലമേറിയതിൽ തന്നെ പിശാച് കയറി, ഈ ലൂസിഫർ കയറി, ഇത് സ്പിരിറ്റ് കയറി. ഇവൻ ആദ്യം മുതൽ മനുഷ്യരാശിയെ ഡിസെപ്റ്റ് ചെയ്യുന്നവനാണ്. എപ്പോഴും ഹാഫ് ട്രൂത്തേ പറയൂ, എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യുന്നവനാണ്. ഞാൻ ഒരു പ്രോഫറ്റ് പറയുന്ന ഒരു പ്രോഫറ്റിൻ്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പിശാച് വെളിപ്പെട്ടു. എന്നിട്ട് പിശാച് പറയുന്നത്, ഹല്ലേലൂയ, നീ യേശുവിനെ തള്ളി പറയണമെന്നോ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കരുതെന്നൊന്നും അല്ല, പക്ഷെ അവൻ പറയുന്നത് കേട്ടാൽ നീ ലോകരാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫറ്റിൽ ഒന്നാക്കി തീർക്കാമെന്ന് പിശാച് തന്നെ പറയുകയാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ മാനിപ്പുലേറ്റിംഗ് സ്പിരിറ്റ്. നമ്മളെ വഞ്ചിക്കും, നമ്മളെ ഹാഫ് ട്രൂത്ത് പറയും. ഹാഫ് ട്രൂത്ത് ഈസ് നോട്ട് ട്രൂത്ത് അറ്റ് ഓൾ. നമ്മളെപ്പോഴും ചിന്തിച്ചോളണം, യേശുവിൻ്റെ അടുക്കൽ പോലും അവൻ വന്ന ഹാഫ് ട്രൂത്ത് ദൈവവചനം പറയുന്നുണ്ട്, പക്ഷേ അത് പൂർണ്ണമായ വചനം. എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ, ആ പൂർണ്ണമായ വചനമല്ല അവൻ്റെ കർത്താവിനോട് പോലും എടുത്ത് പറയുന്നത്. ഹല്ലേലൂയ, അതെനിക്ക് തെളിയിച്ചു തരാൻ പറ്റും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, പിശാച് എപ്പോഴും ഹാഫ് ട്രൂത്തോടുകൂടി വരും. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും, പക്ഷെ അവൻ ഹാഫ് ട്രൂത്തായിരിക്കും പറയുന്നത്. പൂർണ്ണമായ സത്യം നിങ്ങളോട് സംസാരിക്കില്ല. യോഹന്നാൻ 8 അതിൻ്റെ 44 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ കാണാം, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. ഒട്ടും തന്നെ പിശാചിൽ സത്യമില്ല. യേശു പറയാണ്, അവൻ ഭോഷ്കനാണ്. ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവൻ എൻ്റെ അപ്പനുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും ഭോഷ്കായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. പൈശാചികമായ മേഖലയിൽ നിന്ന് എന്ത് വന്നാലും അത് നമ്മളെ ഡിസെപ്റ്റ് ചെയ്ത് അവനിലേക്ക് തീർക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് അവൻ്റെ കയ്യിൽ ഇന്നുമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അതിനെതിരെ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം. ഞാൻ ഉൾപ്പെടെ എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും. ഹല്ലേലൂയ, നിങ്ങൾ ദൈവവചനവുമായി തട്ടിച്ച് നോക്കണം. ഒരു പാസ്റ്റർ പറഞ്ഞാലും, ഒരു ശുശ്രൂഷകൻ പറഞ്ഞാലും, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞാലും, നിങ്ങളുടെ ആര് പറഞ്ഞാലും ദൈവവചനമായി ഇത് സത്യമാണോ എന്ന് നിങ്ങൾ തട്ടിച്ചു നോക്കണം. ബറോവയിലെ വിശ്വാസികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി. അവർ ദൈവവചനവുമായി എപ്പോഴും അവർ കേൾക്കുന്നത് തട്ടിച്ചു നോക്കി. അതെന്ന് വെച്ചാൽ അവർ എപ്പോഴും പരിശോധിച്ചു വന്നു, ഇത് ദൈവവചനവുമായിട്ട് അലൈൻ ചെയ്യുന്നതാണോ ഈ ഞാൻ കേട്ട കാര്യം. അലൈൻ ചെയ്യുന്നല്ലെങ്കിൽ അതാര് പറഞ്ഞതായാലും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അവരും ലൂസിഫറിന്റെ അവസ്ഥയായിരിക്കും അവസാനം, നിങ്ങൾക്കും ആ ഒരവസ്ഥ വരും. ലൂസിഫറിന്റെ അവസ്ഥ എന്താണെന്ന് ഇസ്കര്യാവത്തവന്റെ കാര്യം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇസ്കര്യാവത്തിന്റെ വീഴ്ച ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അവൻ യേശുവിൻ്റെ ഫൈനാൻഷ്യൽ മാനേജറായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അവൻ പണസഞ്ചിയിലുള്ള സമ്പത്ത്, ആ വരുന്ന പണം മോഷ്ടിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് പറയുന്ന അവൻ
മോഷ്ടിക്കുന്നവനാണ്, അല്ല അറുക്കുന്നവനാണ്, മുടിക്കുന്നവനാണ്, കൊലപാതകനാണ്, മോഷ്ടിക്കുന്നവനാണ്. ആ സ്പിരിറ്റാണ്. അതിന് നമുക്ക് തിരുവത്താഴത്തിൻ്റെ സമയത്ത് ബൈബിൾ വ്യക്തമായിരിക്കുന്നു, സാത്താൻ അവനിൽ കടന്നു. അതായത് സാത്താൻ സാക്ഷാൽ ഈ ലൂസിഫർ തന്നെ, ലൂസിഫറിൻ്റെ ഈ കൂടെ നിന്ന ഫോളൻ ഏഞ്ചൽസിൻ്റെ കൂടെ ദൈവം വെട്ടിയിട്ട ദൂതന്മാരിൽ ഒരു ദൂതൻ, അല്ലെങ്കിൽ ആ ഫോളൻ ഏഞ്ചൽ, അതിൻ്റെ സ്പിരിറ്റ് കിടന്നെന്നല്ല, സാക്ഷാൽ ഈ ലൂസിഫർ തന്നെ കിടന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ക്യാരക്ടറിലുള്ള ചില സ്മോൾ കോംപ്രമൈസസ് ആയിരിക്കാം ദൈവവചനത്തോടുള്ള. അതെല്ലാം നമ്മുടെ മേ ബി ദാറ്റ് ലീഡ്സ് ടു എറ്റേണൽ ഫോൾ, എറ്റേണൽ ഒരു ഡിസെപ്ഷനിലേക്ക്, എന്നേക്കുമായ ഒരു ഡിസ്ട്രക്ഷനിലേക്ക്. ഒത്ത ഉദാഹരണമാണ് ഇസ്കറിയാത്താവ്. നിങ്ങൾ ആ വചനം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണണം ഈ വീഡിയോ. ഹല്ലേലൂയ. ഇസ്കറിയാത്താവിൻ്റെ വീഴ്ച, ഹല്ലേലൂയ, പടിപടിയായി അൺചെക്ഡ് സിൻസ് വിൽ ലീഡ് ടു ഡിസ്ട്രക്ഷൻ, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. പിശാചിന് ദൈവം ഫ്രീ വില്ല് കൊടുത്ത, എസെക്കിയേൽ നമുക്ക് 28-ാം അധ്യായം കാണാം, അവന് ഫ്രീ വില്ല് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഏഞ്ചൽസിന് പോലും, മനുഷ്യന് ഫ്രീ വില്ല് ദൈവം കൊടുത്തിട്ടുണ്ട്, ഏഞ്ചൽസിന് പോലും തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം, പക്ഷേ അതിനെല്ലാം നമ്മൾ സ്വീകരിക്കുന്ന ഓരോ ഡിസിഷൻസിന് കോൺസിക്വൻസ് ഉണ്ട്. അത് നല്ലതായിരിക്കാം, അത് ചീത്തയായിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ ഏഞ്ചൽസിന് പോലും ദൈവം ഫ്രീ വില്ല് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ആ ഫ്രീ വില്ലാണ് അവൻ മിസ്യൂസ് ചെയ്തത്. നമുക്ക് ദൈവം ഫ്രീ വില്ല് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, ദൈവിക നന്മയ്ക്ക് വേണ്ടി, ദൈവികമായ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ തോട്ട്സിനെ ഹല്ലേലൂയ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമ്മൾ അത് എപ്പോഴും വൾണറബിളാണ് നമ്മുടെ തോട്ട്സ്. എൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെ തോട്ട്സ് വൾണറബിളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയും, എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ചെടികളല്ല കോട്ടകളിലടിക്കാൻ ദൈവസേന ശക്തിയുള്ളവ തന്നെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ച ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അപ്പോൾ ആ തോട്ട്സ് നമ്മൾ പിടിച്ചടക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവികമായ രീതിയിലേക്ക് ആ തോട്ട്സ് മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഓരോ ടെംപ്റ്റേഷനെയും ദൈവത്തിൻ്റെ വചനം വെച്ച് റെസിസ്റ്റ് ചെയ്തെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ പൈശാചികമായ തോട്ട്സ് വരുമ്പോൾ, വാക്കുകൾ വരുമ്പോൾ, അതിനെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ വചനം വെച്ച് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. മറ്റൊന്ന്, എല്ലാ ദൂതന്മാരും ദൈവത്തിൻ്റെ സേവകരാണ്. അതിനുവേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലും പല വ്യത്യസ്തമായ മേഖലകളുണ്ട് അവർക്ക് ചെയ്യേണ്ടത്. ചില പ്രൊട്ടക്ഷൻ്റെ ഏജൻസ് ഉണ്ട്, വർഷിപ്പിൻ്റെ ഏഞ്ചൽസ് ഉണ്ട്, അങ്ങനെ പല മേഖലകളിൽ ഏഞ്ചൽസിനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പറയാണ്, സേവകാത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന്. ഒരു വിഭാഗം നമ്മുടെ മാത്രം സേവയ്ക്ക് വേണ്ടി, നമ്മളെ മാത്രം സെർവ് ചെയ്യുന്ന, നമ്മളെ ഗാർഡ് ചെയ്യാൻ വേണ്ടി, മനുഷ്യരെ ഗാർഡ് ചെയ്യാൻ വേണ്ടി ആക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദൂതന്മാരുടെയും റെസ്പോൺസിബിലിറ്റി അതല്ല, പക്ഷേ അങ്ങനെയുള്ള ദൂതന്മാർ അനേകം മില്യൺസ് ഓഫ് ഏഞ്ചൽസ്, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആർക്കേഞ്ചലിനെ ദൈവം സൃഷ്ടിച്ച ദൈവത്തെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ അവൻ പിന്നത്തേതിൽ ഹല്ലേലൂയ സെർവൻഹുഡിൽ നിന്ന് മാറി അവൻ റൂളറായി തീരാൻ, ദൈവത്തിന് അത്യുന്നത, ദൈവത്തോട് സമനാവാൻ ആഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ട്രൂ ഗ്രേറ്റ്നെസ് ലൈസ് ഇൻ അവർ സെർവൻഹുഡ് ആൻഡ് അവർ ഒബീഡിയൻസ്, നോട്ട് ഇൻ അവർ ഡൊമീനിയൻ. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ സെർവ് ചെയ്യാൻ നമ്മൾ വിളിച്ചവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമുക്ക് ഏറ്റവും നന്നായി തന്നെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ, ടാലൻസ്, നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, ഇതെല്ലാം ദൈവിക നന്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം എന്ന് നമ്മളെപ്പോഴും ചിന്തയുള്ളവരായിരിക്കണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടി നമ്മൾ ജീവിതത്തിൽ പല വേവലാതിപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. ഫുഡ്, ഷെൽട്ടർ, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടി ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ദൈവം വെച്ചിരിക്കുന്നു. ലൂസിഫറിൻ്റെ ജീവിതം പരിശോധിച്ച അനേക കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോസ്റ്റ് ഓഫ് റെബല്യൻ എന്താണെന്ന് നമുക്ക് ലൂസിഫറിൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് ഓരോ പ്രാവശ്യം റിബല്യൻ ചെയ്യുമ്പോൾ വി ആർ സെപ്പറേറ്റിംഗ് അവർ സെൽഫ് ഫ്രം ദ ഗോഡ്. ഹല്ലേലൂയ. ലൂസിഫർ ലോസ്റ്റ് ഹിസ് പ്ലേസ് ഫ്രം ഹെവൻ ആൻഡ് ഹി സെപ്പറേറ്റഡ് കംപ്ലീറ്റ്ലി ഫ്രം ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തോട് വചനത്തോടൊക്കെ എതിർത്ത് നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് മാറുകയാണ്.
നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് വീണ്ടും വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വാതിക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അവന് വാതിൽ തുറന്നു കൊടുക്കാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ നിൻ്റെ ഉള്ളിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ മാറ്റം കർത്താവിന് ഒരൊറ്റ നിമിഷം കൊണ്ട് വരുത്താൻ കഴിയും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന പോലെ 10 വർഷം വേണ്ട, 20 വർഷം വേണ്ട നിങ്ങളുടെ ജീവിതം മാറാൻ. അല്ലെങ്കിൽ യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ, യേശുവേ എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് ഒരൊറ്റ വിളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. യേശു കൂടാതെ നിങ്ങൾക്ക് ഒരു എറ്റേണൽ ലൈഫ് അസാധ്യമാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു വഴി ദൈവത്തിൻ്റെ അടുക്കിലേക്കില്ല. പല മതങ്ങളിൽ ഒരു മതമല്ല ക്രിസ്ത്യാനിറ്റി, പല ദൈവങ്ങളിൽ ഒരു ദേവനല്ല യേശു. യേശു ക്രിസ്തു മാത്രമേ രക്ഷകനുള്ളൂ. യേശു ക്രിസ്തു മാത്രമേ മാനവകുലത്തിൻ്റെ രക്ഷകൻ. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മനുഷ്യർക്കിടയിൽ ഹല്ലേലൂയ നൽകപ്പെട്ടിട്ടില്ല എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമാണ്. ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാത്തിനും ഉപരിയായി ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രോഗികളായിരിക്കുന്നവരെ നിങ്ങളെ സൗഖ്യമാവട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ഫിനാൻഷ്യലായിട്ട് ബ്രേക്ക് ത്രൂസ് ഉണ്ടാവട്ടെ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് തന്നെ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇറ്റ്സ് സോ വാല്യുബിൾ ഫോർ അസ്. ഞങ്ങൾ കൂടുതൽ പ്രവർത്തികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരസ്യയോഗങ്ങൾ നടക്കുന്നു, ബുക്ക്ലെറ്റ്സൊക്കെ ഞാൻ താഴെ കാണുന്ന ബുക്ക്ലെറ്റ്സൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. 3 ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. പലർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബുക്ക്ലെറ്റ് വാട്സപ്പ് വഴി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക, ഞങ്ങൾ ഇട്ട് തരാം. സൂം മീറ്റിംഗ്സ് നടക്കുന്നു. അതിൻ്റെ എല്ലാം നമുക്ക് ഇതിലെല്ലാം കാണാൻ കഴിയും. ഐഡിയും പാസ്വേഡും ഒക്കെ അതിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ടങ്സ് പ്രയർ എല്ലാ ദിവസവും ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങളെ എല്ലാത്തിലേക്കും വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ബ്ലസ് യു ഓൾ. താങ്ക് യു.